RGP മസ്റ്റ് വാച്ച് സൈക്കോ ത്രില്ലേഴ്സ് പറയാമോ? ഓക്കെ, 3 പടങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഇതിൽ മസ്റ്റ് വാച്ച് കാറ്റഗറി ഉണ്ട്, അണ്ടർ റേറ്റഡ് കാറ്റഗറി ഉണ്ട്. അപ്പോൾ നമ്പർ 1 ഗെയിം ഓവർ. ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റ് നിങ്ങൾ അന്തം വിട്ട കുന്തം പോലെ ഇരിക്കും. അത്രയും വേറിട്ട രീതിയിലാണ് ടൈറ്റിൽ കാർഡിന് മുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. പിന്നീട് വേറൊരു ജോണറിലേക്ക് ഈ സിനിമ മാറുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വൻ ഭീകരമാണ് ഈ ഒരു തമിഴ് പടം. നമ്പർ 2 ഡോൺ മൂവ്. ചാകാൻ പോകുന്ന പെണ്ണിനെ കഷ്ടപ്പെട്ട് രക്ഷപ്പെടുത്തി ശേഷം അവളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു മാന്യനായ സൈക്കോ കില്ലറിന്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. ഇതൊന്നും കൂടാതെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സൈക്കോ കില്ലർ പാറ്റേണിൽ നിന്ന് തുടക്കത്തിൽ തന്നെ ഈ ഒരു സിനിമയിൽ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് കൂടി വരുന്നുണ്ട്. അതാണ് ഈ സിനിമയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. എനിക്കൊരു അണ്ടർ റേറ്റഡ് പടമായിട്ടാണ് ഈ ഒരു ചിത്രം ഫീൽ ചെയ്തത്. അപ്പോൾ ഫിലിംസ് സീരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ പേജ് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത പടത്തിലേക്ക് കടക്കാം. ഐ സോ ദ ഡെവിൽ. ഇതൊരു സൈക്കോ കില്ലർ പടമാണ്. പക്ഷെ ആ ഒരു മർഡറിന് ശേഷം നടക്കുന്ന ഗെയിമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു ഘട്ടമൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് ആ സൈക്കോ കില്ലറിനോട് സിമ്പതിയൊക്കെ തോന്നും. വളരെ ഫേമസ് ആയിട്ടുള്ള ക്ലാസിക് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കൊറിയൻ ചിത്രം തന്നെയാണിത്. നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ സിനിമ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടു നോക്കുക. പിന്നെ ഒരു കാര്യം, ചോരക്കളിയുടെ പെരുന്നാളാണ് ഈ ഒരു സിനിമ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സൈക്കോ കില്ലർ ഫിലിം ഏതാണെന്നുള്ളത് താഴെ പങ്കുവയ്ക്കുക. അപ്പോൾ ഫോളോ ഫോർ മോർ.